ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു ഹോൾ വീഡിയോ ആണ്. നൈക്കിലുള്ള ഏറ്റവും വില കുറഞ്ഞ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് കാണിക്കുന്നത്. ഏറ്റവും വില കുറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ സോർട്ട് ഓപ്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് ഏറ്റവും ലോയും തുടങ്ങത്തില്ലേ, അങ്ങനെ നോക്കി എടുത്തതാണ്. ഞാൻ നോക്കി വരുമ്പോഴത്തേക്ക് എന്റെ പ്രിഫറൻസ് അനുസരിച്ച് ഏറ്റവും താഴത്തെ മീൻസ് ഏറ്റവും ലോയിൽ എന്നുള്ളത് മാറിയിട്ട് ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. മീൻസ് അഞ്ചിനകത്ത് ലാസ്റ്റത്തെ ഏറ്റവും വില കുറഞ്ഞ ലാസ്റ്റത്തെ 5 പ്രൊഡക്റ്റിനകത്ത് വരുന്നത് എടുത്തിട്ടുള്ളൂ. മാക്സിമം ഞാൻ ഫസ്റ്റ് പ്രൊഡക്റ്റ് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. മീൻസ് ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റ് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? എല്ലാത്തിന്റെ ലിങ്ക് താഴെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് എം ആർ പി മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. ബ്ലൂ ഹെവന്റെ ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് ഫിക്സർ ആണ്. ഡ്യൂയി ഗ്ലോ ലുക്കിന് ഉള്ളതാണ്. 5 സെക്കൻഡ് ക്വിക്ക് ഡ്രൈ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മിനി പാക്കാണ്. ഇതിന്റെ പ്രൈസ് 190 രൂപയാണ് വരുന്നത്. ഇതിന്റെ ബോട്ടിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു ട്രാൻസ്പെറന്റ് ബോട്ടിലാണ്, പ്ലാസ്റ്റിക്കിന്റെ ആണ്. ഞാനിപ്പോൾ ഹോൾ വീഡിയോ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പീരിയൻസ് പിന്നെ നോക്കാം. ഈ കുറഞ്ഞ പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള എങ്ങനെ ഉണ്ടായിരിക്കും മേക്കപ്പ് എന്നുള്ളത് പിന്നെ നോക്കാം. മാക്സിമം ഏറ്റവും കുറഞ്ഞ പ്രൊഡക്റ്റ് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ മാറിയതിന് കാരണം റേറ്റിംഗും പിന്നെ വേണ്ട ഷെയ്ഡും ഒക്കെയാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ അധികം മാറ്റിയിട്ടില്ല ഏറ്റവും കുറഞ്ഞ പ്രൊഡക്റ്റ് എന്നുള്ള ചൂസ്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ ആണ്. L80ന്റെ ഫൗണ്ടേഷൻ ആണിത്. ബോട്ടിലാണ് വരുന്നത്. ഒരു നമ്മുടെ ഗ്ലാസ് ബോട്ടിലാണ്. ഇതിന്റെ പ്രൈസ് 110 രൂപയാണ്. ഞാൻ എടുത്ത ഷെയ്ഡ് മാർബിൾ ആണ് കേട്ടോ. 02 മാർബിളാണ് എടുത്ത ഷെയ്ഡ്. അപ്പോൾ ഇത് ഷെയ്ഡ് ചേരുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ലൈറ്റ് ആയോ എന്ന് ഡൗട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഇതിന് പമ്പില്ല കേട്ടോ. പമ്പില്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കയ്യിൽ തട്ടി എടുക്കണം. പിന്നെ നമുക്ക് 110ന് പമ്പൊക്കെ വേണമെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഓവറാവും. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഒരു ഐബ്രോ കിറ്റാണ്. ഇതിന്റെ പ്രൈസ് 249 രൂപയാണ്. മാർസിന്റെ ബ്രോ പാലറ്റ് ആണ്. ഞാൻ അപ്പോൾ 200ക്ക് പോയതിന് കാരണം ഐബ്രോ പെൻസിൽ നോക്കിയാൽ 100-നകത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഐബ്രോ പെൻസിൽ നോക്കിയില്ല. ഐബ്രോ പെൻസിൽ ആ ഒരു പെൻസിലിന്റെ പർപ്പസ് മാത്രമേ നടക്കത്തുള്ളൂ. ഈ ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരുന്ന നമ്മൾ ഈ സൂത്രം എടുക്കത്തില്ലേ, പാലറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മൾട്ടി പർപ്പസ് ആണ്. കണ്ടോ, ഇതിനകത്ത് ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഐ മേക്കപ്പിനും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് കോണ്ടൂർ ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു മൾട്ടി പർപ്പസ് എന്ന രീതിയിൽ എനിക്ക് ഐബ്രോ പെൻസിലിനെക്കാളും ഇതാണ് ലാഭം എന്ന് തോന്നുന്നത്. പ്രൈസ് കൂടുതലാണ് എങ്കിലും ഏറ്റവും കുറഞ്ഞ ഐബ്രോ കിറ്റാണ് എടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഐബ്രോ പെൻസിലാണെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. ഐബ്രോ ഫിൽ ചെയ്യാൻ യൂസ് ചെയ്യാം, ഐ ഷാഡോയ്ക്ക് യൂസ് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ബ്രോൺസ് ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് കുറച്ചധികം യൂസ് ഉണ്ട്. നമുക്ക് വേറെ ബ്രോൺസർ എക്സ്ട്രാ വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല ഇത് നമ്മൾ വാങ്ങിച്ചാൽ. ഇതിൻ്റെ അകത്ത് ബ്രഷ് പൊളിഞ്ഞിരിക്കുന്നത്. ഈ കുഞ്ഞു ബ്രഷ് നേരെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഒരു കുഞ്ഞു ബ്രഷ് നേരെ ഉണ്ട്. പിന്നെ ഒരു ബ്രഷ് ഇതാ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഫോക്കസ് ചെയ്യുന്നുണ്ടോ? കണ്ടോ, പൊട്ടിയിരിക്കുന്നു. പക്ഷെ പാലറ്റ് വേറെ പ്രശ്നമൊന്നുമില്ല. പാലറ്റിലുള്ള ഷെയ്ഡ്സ് ഒക്കെ അതുപോലെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇൻസൈറ്റിന്റെ ഒരു കൺസീലർ ആണ്. ഇതിന്റെ പ്രൈസ് 110 രൂപയാണ് വരുന്നത്. ഇത് ഞാൻ എടുത്ത ഷെയ്ഡ് ബേജ് ആണ്. എനിക്ക് അബദ്ധം പറ്റി. ഞാൻ ബേജ് എന്ന് പറയുമ്പോഴത്തേക്കും NC2 ബേജ്. അപ്പൊ എന്റെ പ്രതീക്ഷയിൽ ബേജ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു മീൻസ് എന്റെ സ്കിൻ ടോണിന് പറ്റിയൊരു ഷെയ്ഡാണ്. പക്ഷെ ഇത് എനിക്ക് ഡാർക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇച്ചിരി ഡാർക്കാണ്. മീൻസ് എനിക്ക് പിഗ്മെന്റേഷൻ മറയ്ക്കാനൊക്കെ അടിപൊളിയാണ്. അല്ലാണ്ട് ഒരു ഹൈലൈറ്റിംഗ് പർപ്പസിനായിട്ട് കൺസീലർ എന്ന ഉദ്ദേശത്തിൽ ഞാൻ വാങ്ങിച്ചത് നടക്കത്തില്ല. പൊതുവെ എനിക്ക് ബേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തിരി ലൈറ്റ് ആണ്. ഇങ്ങനെ ഇത്രയും കണ്ടോ, ഇതിപ്പം എന്റെ കറക്റ്റ് സ്കിൻ ടോൺ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇത്തിരി എനിക്ക് ലൈറ്റ് ആയിട്ടുള്ളതാണ് ബേജ് പൊതുവെ വരാറ്. പക്ഷെ ഇതിനൊരു ചെറിയൊരു ഒരു ഓറഞ്ച് പീച്ച് ടിന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പിഗ്മെന്റേഷൻ മറയ്ക്കാനൊക്കെ അടിപൊളിയാണ്. നെക്സ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ ആണ്. L80ന്റെ കോമ്പാക്ട് പൗഡർ ആണ്. ഇതിന്റെ പ്രൈസ് 110 രൂപയാണ്. ഇതിനെടുത്ത ഷെയ്ഡ് മാർബിൾ ആണെന്ന് തോന്നുന്നു. ഇതും മാർബിൾ ആണ്. കണ്ടിങ്ങനെയാണ് വരുന്നത്. പഫ് ഉണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. അത് മിക്കതിൻ്റെ അകത്തും ഉണ്ട്. പിന്നെ ഈ കോമ്പാക്റ്റ് ആണ്. ഇതിന്റെ ഷെയ്ഡ് മാർബിൾ ആണ് കേട്ടോ. 02 മാർബിൾ. അപ്പൊ ഞാൻ ഫൗണ്ടേഷനും കോമ്പാക്റ്റും സെയിം ബ്രാൻഡാണ്, സെയിം ഷെയ്ഡും ആണ്. ഓക്കെ. നെക്സ്റ്റ് ബ്ലൂ ഹെവന്റെ ഒരു കോണ്ടൂർ സ്റ്റിക്കാണ്. ഇത് ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. ഇതിന്റെ പ്രൈസ് 160 ആണ്. ഇതിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മീൻസ് 160 ഞാൻ കൊടുത്തു കാണത്തിൽ. അതിൽ നിന്നും കുറഞ്ഞ പ്രൈസ് ആയിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചതിന്റെ ഉദ്ദേശം, ഇത് ചോക്ലേറ്റ് ഡസ്ക് എന്ന് പറയുന്ന ഷെയ്ഡിലുള്ള ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. അപ്പൊ എനിക്കിത് കോണ്ടൂറിന് വേണ്ടി യൂസ് ചെയ്യാം. കണ്ടോ, ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈ പ്രോഡക്റ്റ്. ഇപ്പൊ നമ്മൾ റെനയുടെ ഒക്കെ എടുത്തിട്ട് റെനയുടെ ഒക്കെ ഒരു 706 റേഞ്ച് എന്തോണ് വരുന്നത്. റെനയുടെ ഒക്കെ ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കിന് ഇത്രയും ക്വാണ്ടിറ്റി ഇല്ല. പിന്നെ മൈഗ്ലാമിന്റെ HD പോസിന്റെ അതിനൊന്നും ഇത്രയും ക്വാണ്ടിറ്റി ഇല്ല. പക്ഷെ ഇത് ഇത്രയും വില കുറവില് ഇത്രയും ക്വാണ്ടിറ്റി വരുന്നത് കണ്ടോ.
വൻ ലാഭം, നന്നായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ. നെക്സ്റ്റ് ഒരു മിസ് ക്ലെയറിന്റെ മേക്കപ്പ് കിറ്റാണ്. ഞാനിത് വാങ്ങിക്കാൻ കാരണം ഇതിൻ്റെ അകത്ത് ഐ ഷാഡോയും ഉണ്ട്, പിന്നെ ബ്ലഷും ഉണ്ട്. ഞാൻ വിചാരിച്ചത് ബ്രോൺസറും കൂടെ ഉണ്ടെന്നാണ് പിക്ചർ കണ്ടിട്ട്, പക്ഷേ ബ്ലഷ് തന്നെയായിരുന്നു. വേറെ ഷെയ്ഡിലുള്ള ഉണ്ട് കേട്ടോ. ഇത് എടുത്തത് ഇതിന്റെ പേരെടുത്തില്ല. ഇതിന്റെ പ്രൈസ് വരുന്നത് 275 രൂപയാണ്. ഇതിൻ്റെ അകത്ത് 9 ഐ ഷാഡോയും 3 ബ്ലഷും ഉണ്ട്. പിന്നെ മിസ് ക്ലെയറിന്റെ ഒരു ഫുൾ കിറ്റും കണ്ടിട്ടുണ്ടായിരുന്നു. മീൻസ് ഐ ഷാഡോ, ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, ഹൈലൈറ്റർ, കോമ്പാക്ട് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. മീൻസ് ഇത് നല്ലതാണെന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നത് പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കത് വേണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. നമുക്കിത് നോക്കാം എന്തായാലും. ഇത് ഫുൾ ഷിമ്മറി ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഫുൾ ഷിമ്മറി ഷെയ്ഡ്സ് ആണ്. നമ്മുടെ ഐബ്രോ കിറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം കംപ്ലീറ്റ് ആയിട്ട് ലുക്ക് ചെയ്യാൻ. വേണമെന്നുണ്ടെങ്കിൽ മീൻസ് നന്നായിട്ടൊരു ഐ ഷാഡോ ലുക്ക് ചെയ്യണമെങ്കിൽ, ഇല്ല നമ്മൾ ജസ്റ്റ് ഷിമ്മർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് പോകണമെങ്കിൽ ഇത് മതിയാവും. അപ്പോൾ ജസ്റ്റ് ഞാൻ ബ്ലഷ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ബ്ലഷിന്റെ പിഗ്മെന്റേഷൻ നമുക്ക് നോക്കാം. പിഗ്മെന്റേഷൻ ഉണ്ട്, നല്ല പിഗ്മെന്റേഷൻ എന്ന് പറയത്തില്ല, ഒരു ഷിമ്മറിയാണ്. ബ്ലഷും ഒക്കെ ഷിമ്മറിയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പിഗ്മെന്റേഷൻ എന്ന് പറയത്തില്ല, പക്ഷെ എബോ ആവറേജ് പിഗ്മെന്റേഷൻ ഉണ്ട്. നല്ലൊരു 100 എന്ന് ഞാൻ പറയത്തില്ല, ഒരു 70-80 ആ റേഞ്ചിലുള്ള പിഗ്മെന്റേഷൻ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഷെയ്ഡുകൾ നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡുകൾ തന്നെയാണ്. ലൈറ്റ് ഷെയ്ഡാണ്, ഡാർക്ക് അല്ല. ഓക്കെ, നെക്സ്റ്റ് ഇൻസൈറ്റിന്റെ ഹൈലൈറ്റർ ആണ്. ഞാനിത് ഓൾറെഡി മുമ്പേ ട്രൈ ചെയ്തിട്ടുള്ള സാധനമാണ്. 110 രൂപയാണ്. ഞാൻ എടുത്ത ഷെയ്ഡ് സാവേജ് ബാർബി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സാവേജ് ബാർബി. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഏറ്റവും വില കുറഞ്ഞ ഹൈലൈറ്റർ നോക്കിയപ്പോൾ എനിക്ക് ഇത് തന്നെ കിട്ടിയത്, അതുകൊണ്ട് അതിൽ നിന്ന് എടുത്തു. ഇത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് 100 മാർക്ക് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നെക്സ്റ്റ് ബ്ലഷ് ഇൻസൈറ്റിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 80 രൂപയാണ്. അപ്പം ബ്ലഷിന് വില കുറവാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഷെയ്ഡ് 04 വാട്ടർമെലോൺ പോപ്സിക്കിൾ. ഇത് നോക്കി, നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. നല്ല പിഗ്മെന്റേഷൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. നേരത്തെ വരച്ചത് പുറത്തൂടെ വരച്ചു എന്ന് തോന്നുന്നു, സോറി. ഇവിടെ ഓക്കെ, നല്ല പിഗ്മെന്റേഷൻ ഉണ്ട് ഇത്. അപ്പോൾ ഇത് നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്നത്. നമ്മുടെ ഫേസിന് നന്നായിട്ട് ക്രീമി ആയതുകൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ആയി പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നെക്സ്റ്റ് ലിപ്സ്റ്റിക് ആണ്. മിസ് ക്ലെയറിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത്, എൻ്റെ കൈ എന്തെങ്കിലും കളറായി, ഇതിന്റെ പ്രൈസ് കാണിച്ചിട്ടില്ലല്ലോ. അല്ല, 125 എഴുതിയിട്ടുണ്ട്. മിസ് ക്ലെയർ വാട്ടർ പ്രൂഫ് ലിക്വിഡിറ്റി 26 ആണ് ഞാൻ അടുത്ത ഷെയ്ഡ്. ഇത് അബദ്ധം, ഞാൻ എക്സ്ട്രാ പിന്നെ ഇത് വാങ്ങിച്ചു, ഒന്ന് ലിപ് ഗ്ലോസ് വാങ്ങിച്ചു. ആക്ച്വലി ഇതിന്റെ പകരം ലിപ് ഗ്ലോസ് ഉണ്ടായിരുന്നു, കണ്ടോ, ക്ലിയർ ലിപ് ഗ്ലോസ് ഉണ്ടായിരുന്നു. ഞാൻ അടിച്ച് നോക്കുമ്പോഴത്തേക്കും കളറുള്ള ടൈപ്പാണ് ആദ്യം വന്നത്, മീൻസ് ഏറ്റവും വില കുറഞ്ഞതിൽ വന്നത്. ഇതിന് കളർ ഇല്ലാത്തത്, മീൻസ് ക്ലിയർ വാങ്ങിക്കാനായിട്ട് ഞാൻ ഇത്തിരി വില കൂടുതലാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി എനിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. എന്തായാലും പോട്ടെ. അപ്പോൾ ഇതൊരു ഞാൻ ഫസ്റ്റ് കാണിച്ച ഷെയ്ഡിന് എടുത്തത് ഒന്ന്. ഇത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ്, നല്ല ഡാർക്ക് റെഡ് അല്ല കേട്ടോ, ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഓറഞ്ച് റെഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഇത് ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെയാണ് പറയുന്നത്, അറിയത്തില്ല. പിന്നെ ഇത് എവിടെ നിന്ന് തിരിഞ്ഞു പോയാലും എല്ലാം കൂടെ കളയും. പിന്നെ ഒന്ന് ക്ലിയർ ആയിട്ടുള്ള ലിപ് ഗ്ലോസ് ആണ്. ആക്ച്വലി ഇത് ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു, ഞാൻ മറ്റത് വാങ്ങിക്കത്തില്ലായിരുന്നു. അതിൽ നിങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാമല്ലോ. അപ്പോൾ നമുക്ക് ഇത് മാത്രം മതിയാവും, പിന്നെ എക്സ്ട്രാ ലിപ് ഗ്ലോസ് വാങ്ങിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഇൻസൈറ്റിന്റെ ഒരു കളർ കറക്റ്ററാണ്, ഓറഞ്ച് കറക്റ്ററാണ്. 110 രൂപയാണ് ഇതിന്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കൺസീലർ കാണിച്ചിട്ടില്ലേ, അവരും ഇവരൊക്കെ സെയിം ബ്രാഞ്ചിൽ വരുന്നതാണ്, മീൻസ് സെയിം കാറ്റഗറിയിൽ വരുന്നതാണ്. എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ വിചാരിച്ച ബേജ് ഷെയ്ഡ് ഇത്തിരി കൂടെ ലൈറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റർ വാങ്ങിച്ചത്. പക്ഷേ ആക്ച്വലി അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്ററിന്റെ ആവശ്യം വരില്ല എന്നാണ് തോന്നുന്നത്, കാരണം ഇത്തിരി ഡാർക്ക് ആണല്ലോ ആ ഷെയ്ഡ്. ഇത് കണ്ടോ, ഓറഞ്ച് കറക്റ്ററാണ്. ഇത് വരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, മീൻസ് സ്വൈച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഓറഞ്ചാണ് ഷെയ്ഡ്. നെക്സ്റ്റ് ഒരു കാജലാണ്, മിസ് ക്ലെയറിന്റെ കാജലാണ് കേട്ടോ ഇത്. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ പ്രോഡക്റ്റിൻ്റെ അകത്ത് വരുന്ന ഒരു ബ്രാൻഡ് മിസ് ക്ലെയർ എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്, അതിന് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഇത് നോർമൽ ഒരു കാജലാണ്, നമുക്ക് വരച്ച് നോക്കാം. സ്വൈച്ച് പിഗ്മെന്റേഷൻ ഉണ്ട്, ഭയങ്കര എക്സ്ട്രാ ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നില്ല കേട്ടോ, ഒരു സാധാ ഒരു ഗ്രേയിഷ് ബ്ലാക്ക് ആണ്, ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് അല്ല. പക്ഷേ ഇതിന്റെ പേരിൽ ഓൺ സ്ട്രോക്ക് കാജൽ എന്ന് എഴുതിയിട്ടുണ്ട്, സൂപ്പർ ബ്ലാക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, വാട്ടർ പ്രൂഫ് സ്മഡ്ജ് പ്രൂഫ് 24 hours സ്റ്റേ. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. പക്ഷേ നല്ലൊരു പിഗ്മെന്റേഷൻ ഇല്ല. ഇതിനകത്ത് സൂപ്പർ ബ്ലാക്ക് എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല, അത്രയും ബ്ലാക്ക് അല്ല, അത് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വേറൊരു ജെറ്റ് ബ്ലാക്ക് ഞാൻ വരയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് അറിയാൻ പറ്റും ഇത് സൂപ്പർ ബ്ലാക്ക് അല്ല എന്ന്. ഞാനിപ്പോൾ ഓൾറെഡി ഐ ലുക്ക് ഇത് സ്മോക്കി ഐസ് ചെയ്തുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഈ ബ്ലാക്കിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവും.
നെക്സ്റ്റ് ഒരു ലിപ് ലൈനർ ആണ്, അത് മിസ് ക്ലെയറിന്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രൈസ് 65 രൂപയാണ്. കാജലിന്റെ പ്രൈസ് ഞാൻ പറയാൻ വിട്ടുപോയി അല്ലേ, കാജലിന്റെ പ്രൈസും 95 രൂപയാണ്, 100-നകത്താണ്. ലിപ് ലൈനർ 65 രൂപയാണ്. ഞാനിത് എടുത്ത ഷെയ്ഡ് ഫിസ്റ്റ റെഡ് L47. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒരു ലിപ് ലൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. ന്യൂട്രൽ, ഞാൻ എപ്പോഴും നോക്കുന്നത് ഇതുപോലത്തെ ഒരു ഷെയ്ഡ് ആയിരിക്കും. മീൻസ് ഒരു റെഡ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യണമെങ്കിലും ന്യൂട്രൽ ഷെയ്ഡ് മീൻസ് ന്യൂഡ് ഷെയ്ഡ് അപ്ലൈ ചെയ്യണമെങ്കിലും വരയ്ക്കാൻ പറ്റുന്ന ടൈപ്പായിട്ടുള്ള ഒരു ലിപ് ലൈനർ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യും. പക്ഷെ പിങ്കിന് ഇത് അത്ര ചേരത്തില്ല, മനസ്സിലായില്ലേ? പിങ്കിന് പറ്റത്തില്ല. ഒരു പീച്ച് ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ്, പിന്നെ ബ്രൗൺ ന്യൂഡ്, അങ്ങനെയുള്ളതിനൊക്കെ ഇത് ചേരത്തുള്ളൂ. ഭയങ്കര പിങ്ക് ആയിട്ടുള്ളവരിന് ന്യൂഡിന് ഇത് ചേരത്തില്ല. ഞാൻ കൂടുതലും പിങ്ക് ന്യൂഡ് ഇപ്പം കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നില്ല, അത് ഞാൻ എടുത്തത് കേട്ടോ. ഒരു മെറൂൺ കളറാണ് കേട്ടോ, റെഡ് അല്ല, പ്രോപ്പർ ഒരു റെഡ് അല്ല, ഒരു മെറൂണിഷ് റെഡ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. നമ്മളിതുവരെ പ്രൈമർ കണ്ടില്ലല്ലോ, പ്രൈമർ എത്തിയിട്ടുണ്ട്. പ്രൈമർ ഇൻസൈറ്റിന്റെ പ്രൈമറാണ്, ഇൻസൈറ്റ് ഹൈഡ്രേറ്റിംഗ് പ്രൈമറാണ്, ലൈറ്റ് ഹൈഡ്രേറ്റ് ബ്ലർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് 115 രൂപയാണ്. ഒരു കുഞ്ഞ് പീക്കറി സാധനമാണ് കേട്ടോ, ഇത്തിരി ഉള്ളൂ. ഇത് എൻ്റെ വിരലിൽ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും വലിപ്പം. ഒരു കുഞ്ഞു പ്രോഡക്റ്റ്. ഇത് വല്ലപ്പോഴും മേക്കപ്പ് ചെയ്യുന്നവർക്ക് തന്നെ മതിയാകും, നമുക്ക് ഒത്തിരി പ്രൈമറിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രൈമർ യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പോഴ്സിലൊക്കെ ഓൾറെഡി നമ്മൾ എക്സ്പെഷ്യലി നമ്മുടെ ഓയിലി സ്കിന്നുള്ളവർ, പോഴ്സ് ഉള്ളവർ, നമ്മൾ പ്രൈമറൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതൊക്കെ ഇങ്ങനെ ഹോളൊക്കെ അടച്ച് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് മേക്കപ്പ് ഇട്ടാലും ഓയിൽ നമ്മുടെ സ്കിന്നിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിൽ അവിടെ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് ആ പോർസ് ഓപ്പൺ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. വേണമെങ്കിൽ പിമ്പിൾസും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റെഗുലർ യൂസിന് ഒരു പ്രൈമർ സജസ്റ്റ് ചെയ്യില്ല ഒരിക്കലും. പക്ഷെ നന്നായിട്ടൊരു ഹൈഡ്രേറ്റിംഗ് ഇതുപോലത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. പോർ ഫില്ല് ചെയ്യുന്ന ടൈപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കുക. നെക്സ്റ്റ് ഞാൻ പറഞ്ഞൊരു ക്ലിയർ ലിപ് ഗ്ലോസ് വാങ്ങിക്കുന്നതാണ്, ഇൻസൈറ്റിംഗ് ലിപ് ഗ്ലോസ് ആണ്. അപ്പോൾ ഇത് ലോങ് വെയർ കളർ റിച്ച് ലിപ് ഗ്ലോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് 85 രൂപയാണ്. ആക്ച്വലി ഇതിനേക്കാളും പ്രൈസ് കുറഞ്ഞിട്ടുള്ള ലിപ് ഗ്ലോസ് അവൈലബിൾ ആണ്, അത് കളർ ഉള്ളതാണ്. ഞാൻ കളറില്ലാത്ത ക്ലിയർ നോക്കിയതുകൊണ്ടാണ് ഇത് വാങ്ങിക്കേണ്ടി വന്നത്. അപ്പോൾ ഇത് 01 ഫ്രോസ്റ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, കാരണം അത് മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് ഞാനിത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മസ്കാരയാണ്, അത് ബ്ലൂ ഹെവന്റെ മസ്കാരയാണ് കിട്ടിയിട്ടുള്ളത്. ബ്ലൂ ഹെവന്റെ ജെറ്റ് ബോൾഡ് മസ്കാര. എനിക്ക് പക്ഷെ വലിയ പ്രതീക്ഷയൊന്നുമില്ല, 65 റുപ്പിയാണ്. 65 റുപ്പിനൊരു മസ്കാര വരുമ്പോഴത്തേക്കും അതിൽ ഞാൻ അമിതമായി പ്രതീക്ഷ വയ്ക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതൊരു കുഞ്ഞ് പീക്കറി ബോട്ടിലാണ്. നമുക്കിതിൻ്റെ വോണ്ട് നോക്കാം. അയ്യോ, തെറിച്ചൊക്കെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ വോണ്ട് കണ്ടിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ചിലപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ഐ ഷാഡോയിലല്ലോ, നമ്മുടെ എന്താ സാധനം പേരും മറന്നുപോയല്ലോ, ലാഷ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട്, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാണ്ട് ഇതിനൊരു ലെങ്തൻ ചെയ്യുക, വോളിനെസ് ആക്കുക, അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. നെക്സ്റ്റ് ബ്ലൂ ഹെവന്റെ ഐലൈനർ ആണ്. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ള സാധനമാണ്. ബ്ലൂ ഹെവന്റെ ജെറ്റ് ബോൾഡ് ഐലൈനർ, വാട്ടർ പ്രൂഫ് ആണ്, 65 റുപ്പിയാണ്. അപ്പോൾ ഇത് ജെറ്റ് ബ്ലാക്ക് അല്ല, ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ള സാധനമാണ്. ഒരു ജെറ്റ് ബ്ലാക്ക് അല്ല, അതിന്റെ താഴെ നിൽക്കുന്ന ടൈപ്പ് ബ്ലാക്ക് ആണ്. നമ്മുടെ ഡാസ്ലറിനേക്കാളും പിഗ്മെന്റേഷൻ കുറവാണ്. കണ്ടോ, ഇതാണ് സംഭവം. അത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് ഒരു ഫേസ് പാലറ്റ് ആണ്. മീൻസ് ബ്ലഷും ഹൈലൈറ്ററും ബ്രോൺസറും ഒക്കെ ഉള്ളൊരു പാലറ്റ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, കാരണം ഇതിന്റെ പുറത്തൊരു ഇങ്ങനെ ഒരു കവറിങ് ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്, അത് ഞാൻ എടുത്ത് കളഞ്ഞപ്പോഴത്തേക്കും പ്രൈസ് അതിൻ്റെ അകത്തുനിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനകത്ത് പിന്നെ എന്ത് ഉടുപ്പൊക്കെ ഇരിക്കുന്നു, ഇങ്ങനെയാണ് വരുന്നത്. ബ്രോൺസർ ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്, ബ്ലഷ് ഉണ്ട്. പക്ഷേ ഈ ഹൈലൈറ്റർ എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷിലാണ് ഇരിക്കുന്നത്, ബ്ലഷ് ഷിമറി ഷെയ്ഡാണ്. അപ്പം നമ്മൾ നേരത്തെ വാങ്ങിച്ച ഐഷാഡോ പാലറ്റ് വെച്ച് ട്രൈ ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി മാറ്റാണ്. കണ്ടോ, ഒരു ലൈറ്റ് ഷെയ്ഡാണ്. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് കിട്ടത്തില്ല. നമ്മൾ ഈ ബ്ലഷ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹൈലൈറ്റർ സെപ്പറേറ്റ് വാങ്ങിച്ചല്ലോ, നല്ല ബുദ്ധിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ നൈക്കിന്ന് വാങ്ങിച്ച ഏറ്റവും വില കുറഞ്ഞ മേക്കപ്പ് പ്രോഡക്ട്സുകൾ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുവാണ്, എല്ലാ പ്രോഡക്റ്റും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രൈസ് ഒന്നും ആവത്തില്ല. അപ്പോൾ എല്ലാ പ്രോഡക്റ്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ബോക്സ് ഉണ്ടാവണം, മേക്കപ്പ് കിറ്റ് ഉണ്ടാവണം. നൈക്കിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ
ട്രൈ ചെയ്യാമോ ഇല്ലെന്ന് ഞാൻ റിവ്യൂ ഇടുമ്പോഴത്തേക്കും പറയാം. ഇത് വെച്ചിട്ടുള്ളൊരു ഫുൾ ഫേസ് മേക്കപ്പ് ലുക്ക് ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ.